ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷൻ സെറ്റ്സിലെ എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ഫില്ലിംഗ് ഇൻ ദ സിമ്പിൾ സബ്സെറ്റ് ഓർ നോട്ട് എ സബ്സെറ്റ് ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. ഇത് വായിക്കുന്നത് സബ്സെറ്റ് എന്നാണ്. സബ്സെറ്റ് നമ്മൾ പഠിച്ചതാണ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ if small letter a belongs to a implies a belongs to b ആയിരിക്കണം. അതായത് എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിൽ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് എവിടെ ഉണ്ടാവണം? ബിയിൽ ഉണ്ടാവണം അല്ലേ? നോട്ട് എ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോട്ട് എ സബ്സെറ്റ്. സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എ സബ്സെറ്റ് ഓഫ് ബി. സബ്സെറ്റ് അല്ലെങ്കിൽ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. ഇതാണ് സിമ്പിൾ. ഓക്കെ, പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സെറ്റ് 2, 3, 4. സെക്കൻഡ് സെറ്റ് 1, 2, 3, 4, 5. ഇവിടെ നോക്കിയ സെറ്റ് ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സും 2 സെക്കൻഡ് സെറ്റിലുണ്ട്, 3 സെക്കൻഡ് സെറ്റിലുണ്ട്, 4 സെക്കൻഡ് സെറ്റിലുണ്ട്. ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സും സെക്കൻഡ് സെറ്റിലുണ്ട് അല്ലേ? അതുകൊണ്ട് ഫസ്റ്റ് സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ എ ബി സി സെക്കൻഡ് സെറ്റിൽ ബി സി ഡി ആണുള്ളത്. അതായത് എ എന്നുള്ള എലമെന്റ് ഇവിടെ സെക്കൻഡ് സെറ്റിൽ ഇല്ല അല്ലേ? എ ഇല്ല, പക്ഷെ ബിയും സിയും ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഫസ്റ്റ് സെറ്റ് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 11 ഓഫ് യുവർ സ്കൂൾ. അതായത് ക്ലാസ് 11ലെ സ്റ്റുഡൻസിന്റെ കളക്ഷനാണ് അല്ലേ? സെക്കൻഡ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് യുവർ സ്കൂൾ. അതായത് സ്കൂളിലെ സ്റ്റുഡൻസിന്റെ കളക്ഷനാണ്. ഉറപ്പായിട്ടും ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് സ്കൂളിലെ സ്റ്റുഡൻസിലുണ്ടാകും. അതുകൊണ്ട് നമുക്കിത് സബ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, set of all x such that x is a circle in the plane. Second question, second set of all x such that x is a circle in the same plane with radius 1 unit. അതായത് സർക്കിൾ ഇൻ ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എല്ലാ റേഡിയസ് ഉള്ള സർക്കിൾസും പെടും അല്ലേ? പക്ഷെ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആകെ 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ സെക്കൻഡ് സെറ്റിലത് ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സും ഉണ്ടായില്ല. അതുകൊണ്ട് നോട്ട് എ സബ്സെറ്റ് ഓഫ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. സെക്കൻഡ് സെറ്റ് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റെക്ടാങ്കിൾ ഇൻ ദ പ്ലെയിൻ. രണ്ടും രണ്ട് കാര്യം പറയുന്നത്. ഫസ്റ്റ് സെറ്റിൽ ട്രയാങ്കിൾസിന്റെ കളക്ഷനും സെക്കൻഡ് സെറ്റിൽ റെക്ടാങ്കിൾസിന്റെ കളക്ഷനും ആണുള്ളത്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ സബ്സെറ്റ് ഓഫ്. Okay, sixth one, set of all x such that x is an equilateral triangle in a plane. Second set of all x such that x is a triangle in the same plane. ഫസ്റ്റ് സെറ്റിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ പറ്റിയാണ് പറയുന്നത്. സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ഉറപ്പായിട്ടും എല്ലാ ട്രയാങ്കിൾസിന്റെ കളക്ഷനിലും ഇവിടെ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ളതും അല്ലാത്തതും എല്ലാം ഉണ്ട് അല്ലേ? അപ്പം ഏതാണ് വലിയ സെറ്റ്? സെക്കൻഡ് സെറ്റാണ് വലുത്. ഫസ്റ്റ് സെറ്റിൽ എല്ലാ എലമെന്റ്സും സെക്കൻഡ് സെറ്റിലും ഉണ്ട്. ഓക്കെ, രണ്ട് ഈസ് എ സബ്സെറ്റ് എന്ന് പറയാം. അടുത്ത സെവൻത് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. സെക്കൻഡ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. ഏതാണ് വലിയ സെറ്റ്? ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് 2, 4, 6, 8 എക്സെട്ര വരും അല്ലെ? ഈവൻ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. സെക്കൻഡ് സെറ്റിൽ ഇൻറ്റിജർ ആണ്. അതായത് അതിനകത്ത് മൈനസും സീറോയും പോസിറ്റീവ്സും നെഗറ്റീവ്സും സീറോസും പോസിറ്റീവ്സും ഉള്ള എല്ലാ എലമെന്റ്സും വരും. അപ്പൊ സെക്കൻഡ് സെറ്റാണ് വലുത്. അതുകൂടാതെ ഫസ്റ്റ് സെറ്റിലെ ഓരോ എലമെന്റ്സും ഏത് എലമെന്റ് എടുത്താലും അത് സെക്കൻഡ് സെറ്റിലും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് സെറ്റ് സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ് എന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ എ ബി
is not a subset of BCA. ABയിലെ എലമെന്റ്സ് A സെക്കൻഡ് സെറ്റിലുണ്ട്, B സെക്കൻഡ് സെറ്റിലുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് സെറ്റ് സെക്കൻഡ് സെറ്റിന്റെ സബ്സെറ്റ് ആണ് അല്ലേ. AB സബ്സെറ്റ് ഓഫ് BCA ആണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെറ്റ് എ ഇ. ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് എയും ഇയും ആണ്. സെക്കൻഡ് സെറ്റിലെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വൗവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. വൗവൽസ് നമുക്കറിയാം എ ഇ ഐ ഒ യു അല്ലേ. ഇതിന്റെ കളക്ഷൻ ആണ്. ഇപ്പൊ ഫസ്റ്റ് സെറ്റിലെ എയും ഇയും സെക്കൻഡ് സെറ്റിലുണ്ട്. എയും ഇയും സെക്കൻഡ് സെറ്റിലുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് സെറ്റ് സെക്കൻഡ് സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറയാം. ഇത് കറക്റ്റ് ആണ്, അതുകൊണ്ട് ട്രൂ. ഓക്കെ, ഇനി തേർഡ് വൺ, സെറ്റ് 1 2 3 സബ്സെറ്റ് ഓഫ് 1 3 5 ആണെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം 2 സെക്കൻഡ് സെറ്റിലില്ല അല്ലെ. അതുകൊണ്ട് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്ന് പറയാം. അതുകൊണ്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. ഫോർത്ത് വൺ, സെറ്റ് എ സബ്സെറ്റ് ഓഫ് എ ബി സി. ഫസ്റ്റ് സെറ്റിൽ എ എന്നുള്ള എലമെന്റ് മാത്രമേ ഉള്ളൂ, അത് സെക്കൻഡ് സെറ്റിന്റെ സബ്സെറ്റ് ആണ് അല്ലെ. എ സെക്കൻഡ് സെറ്റിലും ഉണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റ് ആണ്, ട്രൂ. അടുത്തത് സെറ്റ് എ ബിലോങ്സ് ടു. ഇത് സബ്സെറ്റ് എന്നുള്ള സിമ്പിൾ അല്ല, ബിലോങ്സ് ടു ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എ ബിലോങ്സ് ടു സെറ്റ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് എയിൽ എന്നുള്ള എലമെന്റ് ഉണ്ടാവണം അല്ലെ. എ ബി സി ആണെങ്കിൽ സെറ്റ് എ ഈക്വൽ ടു എ ബി സി ആണ്. എ ബിലോങ്സ് ടു എന്ന് പറയാം. സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ ലെറ്റർ എയിലെ എലമെന്റ് ആണ്, അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ സെറ്റ് എ ബിലോങ്സ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബി സി ഇത് എലമെന്റ് മാത്രമാണ്. ബിലോങ്സ് ടു ആണെങ്കിൽ ഇതിനകത്ത് ഈ സെറ്റ് തന്നെ ഉണ്ടായാലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, ഇത് ഫാൾസ് ആണ്. ഓക്കെ, സിക്സ്ത് വൺ, set of all x such that x is an even natural number less than 6. Second set, set of all x such that x is a natural number which divides 36. ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെ വരും? ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6, 2 4. ലെസ് ദാൻ 6 ആണ്, അപ്പൊ 2ഉം 4ഉം വരുള്ളൂ. സെക്കൻഡ് സെറ്റില് x is a natural number which divides 36 ആണ്. അപ്പൊ 36നെ ഡിവൈഡ് ചെയ്യുന്ന എലമെന്റ്സ് നമുക്കറിയാം 1 2 3 4 വരും, 5 വരില്ല, 6. അങ്ങനെ കുറെ എലമെന്റ്സ് എഴുതാൻ പറ്റും. ഇൻഫൈനൈറ്റ് ഒന്നല്ല, ഫൈനൈറ്റ് സെറ്റ് ആണ്, പക്ഷെ കൂടുതൽ എലമെന്റ്സ് വരും. അതുകൊണ്ട് 2ഉം 4ഉം നമ്മുടെ ഫസ്റ്റ് സെറ്റിലെ 2ഉം 4ഉം സെക്കൻഡ് സെറ്റിലുണ്ട്. 2 4 ഇത് ഫസ്റ്റ് സെറ്റ് സബ്സെറ്റ് എന്ന് പറയാം. ഇത് കറക്റ്റ് ആണ്. അപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. ഇവിടെ സെറ്റിനകത്തൊരു സെറ്റും കൂടെ തന്നിരിക്കുകയാണ് 3 4 അല്ലെ. ഇതൊരു സെറ്റാണ്, അത് ഒരു സെറ്റിനകത്താണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊരു എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സെറ്റ് 3 4 ഇത് എലമെന്റ് ആണ് അല്ലെ. നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു എക്സ്നോ വൈനോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം ഓർക്കാൻ എളുപ്പത്തിന്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ? അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് 3 4 സബ്സെറ്റ് ഓഫ് എ. ഇവിടെ സെറ്റ് 3 4 എന്നുള്ളത് സെറ്റ് എയിലെ എലമെന്റ് ആണ് അല്ലേ. സെറ്റ് എയിലെ ഒരു എലമെന്റ് മാത്രമാണ് സെറ്റ് 3 4. ഓക്കെ, ഇത് അത് സെറ്റ് ആകണമായിരുന്നെങ്കിൽ അതിനകത്ത് ഒരു സെറ്റിന്റെ സിമ്പിളും കൂടെ വരേണ്ടതായിരുന്നു. 3 4 എന്നുള്ള ഒരു എലമെന്റ് മാത്രമാണ് ബിലോങ്സ് ടു എന്ന് പറയാം. ഇത് സെറ്റ് ആകണമെങ്കിൽ അതിനകത്ത് ഒരു സിമ്പിൾ, സെറ്റിന്റെ സിമ്പിൾ കൂടെ വന്നാൽ മാത്രമാണ് അത് നമുക്ക് സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണെന്ന് പറയാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സെറ്റ് 3 4 ബിലോങ്സ് ടു എ. ഞാനിപ്പോ പറഞ്ഞു അതിനകത്തൊരു എലമെന്റ് ആണ്, അത് ബിലോങ്സ് ടു നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ അത് പറയാതെ കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ തന്നിരിക്കുന്ന സെറ്റില് നമുക്ക് 2 ബിലോങ്സ് ടു
എ എന്ന് പറയാം, 1 ബിലോങ്സ് ടു എ എന്ന് പറയാം, സെറ്റ് 3, 4 ബിലോങ്സ് ടു എ എന്ന് പറയാം, 5 ബിലോങ്സ് ടു എ എന്ന് പറയാം. ബാക്കി എലമെന്റ്സ് 1ഉം 2നും 5നും സെറ്റിന്റെ സിമ്പിൾ ഇല്ലാതെ തന്നെ ബിലോങ്സ് ടു എന്നാണ് പറയുന്നത് അല്ലെ. പക്ഷെ 3, 4 നമുക്ക് സെറ്റിൽ തന്നിരിക്കുന്നത് സിമ്പിൾ അടക്കമാണ്. അതുകൊണ്ടാണ് സിമ്പിൾ അടക്കം വന്നാൽ മാത്രമാണ് ബിലോങ്സ് ടു പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് 1 എന്നുള്ള സെറ്റ് എയുടെ സബ്സെറ്റ് എന്ന് പറയാം. അതുപോലെ 2 എന്നുള്ളത് എയുടെ സബ്സെറ്റ് എന്ന് പറയാം. ഇവിടെ 3, 4 എയുടെ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു എലമെന്റ് ആണ്. അത് സബ്സെറ്റ് ആണെങ്കിൽ ഒരു ബ്രാക്കറ്റും കൂടെ വന്നാൽ മാത്രമാണ് എയുടെ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ സെറ്റ് 5 എയുടെ സബ്സെറ്റ് എന്ന് പറയാം. അപ്പൊ എലമെന്റ് സബ്സെറ്റ് നമ്മളിൽ വ്യത്യാസം മനസ്സിലായി കാണും. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെറ്റ് 3, 4 ബിലോങ്സ് ടു അല്ലെ. ഇനി തേർഡ് വൺ സെറ്റ്, ഇത് കണ്ടോ, സെറ്റിന്റെ സിമ്പിൾ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റിന്റെ സിമ്പിൾ സെറ്റും സെക്കൻഡ് ആ എലമെന്റിന്റെ സിമ്പിളുമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് സബ്സെറ്റ് എന്ന് പറയാം. ഇത് കറക്റ്റ് ആണ്. ഇനി ഫോർത്ത് വൺ 1 ബിലോങ്സ് ടു എ. ഞാൻ പറഞ്ഞു 1 ബിലോങ്സ് ടു എ നമുക്ക് പറയാം, അത് കറക്റ്റ് ആണ്. ഇനി ഫിഫ്ത് വൺ 1 സബ്സെറ്റ് ഓഫ് എ. ഉണ്ടോ, സബ്സെറ്റ് വരണമെങ്കിൽ എന്ത് വരണം, അവിടെ സെറ്റിന്റെ സിമ്പിൾ വരണം. അതുകൊണ്ട് ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ്ത് വൺ സെറ്റ് 1, 2, 5 സബ്സെറ്റ് ഓഫ് എ. ഇവിടെ നോക്കിയാൽ കാണാം 1, 2, 5 3 എലമെന്റ്സും ഉണ്ട്. അത് എയുടെ സബ്സെറ്റ് ആണ്. സിമ്പിൾ അടക്കമാണ് തന്നിരിക്കുന്നത് 1, 2, 5. അതുകൊണ്ട് അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് സെവന്ത് വൺ 1, 2, 5 ബിലോങ്സ് ടു. ഇതുകൊണ്ടോ ബിലോങ്സ് ടു വന്നപ്പോൾ അവിടെ സെറ്റിന്റെ സിമ്പിളിന്റെ ആവശ്യമില്ല 1, 2, 5ന്. അതുകൊണ്ട് അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. ഇനി 8th 1, 2, 3 സബ്സെറ്റ് ഓഫ് എ എന്നാണ്. ഇവിടെ 3 നോക്കിക്കേ, 3 എന്നുള്ളൊരു എലമെന്റ് നമ്മൾ എയിലില്ല അല്ലെ. സെറ്റ് 3, 4 എന്നുള്ള ഒരൊറ്റ എലമെന്റ് ആണുള്ളത്. 3 എന്നുള്ളൊരു എലമെന്റ് സെപ്പറേറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് ഇത് എയുടെ സബ്സെറ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ 5 ബിലോങ്സ് ടു എ. ഇവിടെ സെറ്റ് എയില് 5 എന്നുള്ളൊരു എലമെന്റ് ഇല്ല അല്ലെ. 5 എന്നുള്ള സെപ്പറേറ്റ് ഒരു എലമെന്റ് തന്നിട്ടില്ല. അതുകൊണ്ട് 5 ബിലോങ്സ് ടു എ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 5 നമുക്ക് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. ഇത് കറക്റ്റ് ആണ്. 5 എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആയിരിക്കും. അത് നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ നേരെ 5 എന്നുള്ളൊരു എലമെന്റ് തന്നാൽ മാത്രമാണ് നമുക്കത് 5 ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇനി 5 സബ്സെറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയാം 5 സബ്സെറ്റ് ഓഫ് എല്ലാ സെറ്റിലും 5 അതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ 5 സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ. 5 അല്ല, അവിടെ സെറ്റ് 5 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സെറ്റ് 5 എയുടെ സബ്സെറ്റ് അല്ല, കാരണം 5 എയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. സെറ്റ് 5 എയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ 5 എന്നുള്ളൊരു എലമെന്റ് എയിലുണ്ടാകണം. 5 എന്നുള്ളൊരു എലമെന്റ് എയിലുണ്ടെങ്കിൽ നമുക്ക് പറയാം സെറ്റ് 5 എയുടെ സബ്സെറ്റ് ആണ്. 5 എന്നുള്ളൊരു എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സെറ്റ് 5 എയുടെ സബ്സെറ്റ് അല്ല. പക്ഷെ സാധാരണ നൾ സെറ്റ്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം 5 എന്ന് പറഞ്ഞ നൾ സെറ്റ് എന്നാണ് അർത്ഥം. ഇതാണ് 5 എന്ന് പറഞ്ഞാൽ. സെറ്റ് 5 എന്ന് പറഞ്ഞാൽ ഈ സെറ്റിനകത്ത് ഒരു 5 എന്നുള്ള എലമെന്റ് ഉണ്ട്, ഇതാണ് അതിനർത്ഥം. രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് വൺ കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് എ. അപ്പൊ സെറ്റ് എയുടെ എല്ലാ സബ്സെറ്റ്സും എഴുതണം. സെറ്റ് എയുടെ എല്ലാ സബ്സെറ്റ്സും എഴുതിയാൽ നൾ സെറ്റ് നമുക്കറിയാം സെറ്റ് എയുടെ സബ്സെറ്റ് ആണ് അല്ലെ. അതുകൊണ്ട് ഫസ്റ്റ് വൺ നൾ സെറ്റ്, സെക്കൻഡ് വൺ സെറ്റ് എ തന്നെ. ആ സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ സബ്സെറ്റ്സ് 5ഉം സെറ്റ് എയും ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സെറ്റ് എ ബി. സെറ്റ് എ ബിന്റെ സബ്സെറ്റ് എഴുതിയപ്പോൾ നൾ സെറ്റ് ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും നൾ സെറ്റ് ആ സെറ്റ് തന്നെ. ഇനി ഇവിടെ 2 എലമെന്റ്സ് ഉണ്ട്, എയും ബിയും. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ആയ എ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും, സെക്കൻഡ് എലമെന്റ് ആയ ബി അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ ഫുൾ സെറ്റ് എ ബി അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ സെറ്റ് 1, 2, 3 സബ്സെറ്റ്സ് എഴുതിയാൽ 5 എല്ലാ സെറ്റിന്റെ സബ്സെറ്റ് ആണ്.
പിന്നെ 1 എലമെൻ്റുള്ള സെറ്റ്സ് സെറ്റ് 1, സെറ്റ് 2 ആൻഡ് സെറ്റ് 3. ഇനി 2 എലമെൻറ്റ്സ് ഉള്ള കോമ്പിനേഷൻ എഴുതിയാൽ സെറ്റ് 1, 2, സെറ്റ് 2, 3 ആൻഡ് സെറ്റ് 1, 3. ലാസ്റ്റ് 3 എലമെൻറ്റ്സ് ഉള്ള നമ്മുടെ ഗിവൺ സെറ്റ് 1, 2, 3. എല്ലാ സബ്സെറ്റ്സുമായി. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. ഇവിടെ 5 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. സെറ്റ് 5 എന്നൊന്നും തന്നിട്ടില്ല. സെറ്റ് 5 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 5 എന്നുള്ളൊരു എലമെന്റ് ഉണ്ടെന്നാണ് അർത്ഥം. ഇവിടെ 5 എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം നൾ സെറ്റ് എന്നാണ്. ഇതിനകത്ത് സെറ്റിനകത്ത് എലമെന്റ് ഒന്നും ഇല്ല. ഇതാണ് അതിനർത്ഥം നൾ സെറ്റ്. അപ്പൊ ഇതിന്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 5 ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് 5 എഴുതാം. പിന്നെ വേറെ സെറ്റ് എലമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ ആ സെറ്റ് തന്നെ എഴുതണമെങ്കിൽ സെറ്റ് 5 ഒരിക്കലും നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം അവിടെ തന്നിരിക്കുന്നത് അതിനകത്ത് സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല. ഇപ്പൊ 5 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സെറ്റ് 5 കൂടി എഴുതാമായിരുന്നു. ഇവിടെ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ലെന്നാണ് അർത്ഥം. ഓക്കെ, അതുകൊണ്ട് ആകെ ഒരു സബ്സെറ്റേ ഉള്ളൂ 5. 5th ക്വസ്റ്റ്യൻ. ഹൗ മെനി എലമെന്റ്സ് ഹാസ് പി ഓഫ് എ ഇഫ് എ ഈക്വൽ ടു 5? എ ഈക്വൽ ടു 5, അതായത് എ ഈക്വൽ ടു നൾ സെറ്റ് എന്നാണ് അർത്ഥം. എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്കകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ലെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി എലമെന്റ്സ് ഹാസ് പി ഓഫ് എ? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ സെറ്റ് ഓഫ് എ ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എയുടെ എല്ലാ സബ്സെറ്റിന്റെയും കളക്ഷൻ ആണ് പി ഓഫ് എ. അപ്പൊ ഇവിടെ പി ഓഫ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു എം ആണെങ്കിൽ നമ്പർ ഓഫ് പി ഓഫ് എ പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയായിരിക്കും? 2m ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് ഇവിടെ നമ്പർ ഓഫ് എ എത്രയാണ്? അതായത് ഇതിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല അല്ലെ. സെറ്റ് എ എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ട് അതിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല. എലമെന്റ്സ് 0 ആണ്. അപ്പൊ നമ്പർ ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് എത്ര വരും? 2:0. ദിസ് ഈസ് ഈക്വൽ ടു 1 ആണ്. 2:0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്പർ ഓഫ് പി ഓഫ് എ. നമ്പർ ഓഫ് പി ഓഫ് എ 1. ഇതായിരിക്കും ആൻസർ. ഇവിടെ നമുക്ക് പി ഓഫ് എ എഴുതി എന്ത് കിട്ടും? പി ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ ആണ്. എ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. എയിൽ എലമെന്റ്സ് ഒന്നുമില്ല. അപ്പം ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും 5 അല്ലെ, നൾ സെറ്റ്. അതുകൊണ്ട് 5 വരും. പിന്നെ ഇതിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ സബ്സെറ്റുകളൊന്നും വരില്ല. അപ്പൊ ആകെ 5 എന്നുള്ളൊരു എലമെന്റ് മാത്രമായിരിക്കും പി ഓഫ് എയിൽ ഉണ്ടാകുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ 1 ആണ്. നമ്പർ ഓഫ് ഹൗ മെനി എലമെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 എലമെന്റ്. ഓക്കെ, നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ഫോളോയിങ് ആസ് ഇന്റർവെൽസ്. അപ്പൊ തന്നിരിക്കുന്ന സെറ്റ്സ് ഇന്റർവെൽസ് ആയിട്ട് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇവിടെ ഇന്റർവെൽ ആയിട്ട് എഴുതിയാൽ -4 ഇവിടെ ഇൻക്ലൂഡഡ് അല്ല അല്ലെ. സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ 6 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ -4, ക്ലോസ്ഡ് ഇന്റർവെൽ 6 എന്ന് വരും ആൻസർ. അതായത് ഇത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ലൈനിൽ 0, 1, 2, 3, 4, 5, 6, -1, -2, -3, -4. 4 ഇൻക്ലൂഡഡ്, -4 ഇൻക്ലൂഡഡ് അല്ല, ഓപ്പൺ ഇന്റർവെൽ ആണ്. പക്ഷെ 6 ഇൻക്ലൂഡഡ് ആണ്, ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. അപ്പൊ ഇതിനകത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -4ന് ശേഷമുള്ള ഓരോ എലമെന്റും, അതായത് ഇവിടെ ഇന്റിജേഴ്സ് ആയിട്ടുള്ള -3, -2, -1 ഇത് മാത്രമല്ല വരുന്നത്, റാഷണൽസും ഇറാഷണൽസും എല്ലാം വിടും. റിയൽ നമ്പർ എക്സ് ബിലോങ്സ് ടു ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -12 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -10. അതായത് -12ഉം -10ഉം ഇൻക്ലൂഡഡ് അല്ലാത്ത, അതിനിടയിലുള്ള ബാക്കി എല്ലാം എക്സും വരും. ഓക്കെ, ഇതിന് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. 0 ഇൻക്ലൂഡഡ് ആണ് അല്ലെ, പക്ഷെ 7 ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ 0, ഓപ്പൺ ഇന്റർവൽ 7. ഫോർത്ത് വൺ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 3ഉം 4ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 3, 4 ഇതായിരിക്കും ആൻസർ.
നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ റൈറ്റ് ദി ഫോളോയിങ് ഇന്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പം നമുക്ക് നേരത്തെ തന്ന ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് ഇന്റർവെൽ എഴുതാനായിരുന്നു. ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. ഇന്റർവെല്ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ -3 ഓപ്പൺ ഇന്റർവെൽ -3 0 രണ്ടും ഓപ്പൺ ഇന്റർവെൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇനി എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -3 സ്ട്രിക്ട്ലി ലെസ് ദാൻ എക്സ് strictly less than 0. Second one, closed interval 6 12. So set of all x such that x belongs to R, 6 included ആണ്. അപ്പോൾ 6 less than or equal to x less than or equal to 12 12 included ആണ്. ഓക്കെ. അപ്പോൾ third one, set of all x such that x belongs to R. ഇവിടെ ഓപ്പൺ ഇന്റർവൽ 6 ക്ലോസ്ഡ് ഇന്റർവൽ 12 ആണ്. അപ്പം 6 സ്ട്രിക്ട്ലി ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഫോർത്ത് ക്വസ്റ്റ്യൻ ക്ലോസ്ഡ് ഇന്റർവൽ -23 ഓപ്പൺ ഇന്റർവൽ 5 ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ x such that x belongs to R -23 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 5. Okay. Next 8th question. What universal set would you propose for each of the following? First question. The set of right triangles. ഈ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസിനൊരു യൂണിവേഴ്സൽ സെറ്റ് പറയണം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സെറ്റിലും ഒരു വലിയ സെറ്റ് ആയിരിക്കണം അല്ലേ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏത് സെറ്റ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എടുത്താൽ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എടുത്താൽ അതിനകത്ത് എലമെന്റ്സ് ആയിരിക്കും സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ് അല്ലേ. അതുകൊണ്ട് ഇത് യൂണിവേഴ്സൽ സെറ്റായിട്ട് നമുക്ക് എടുക്കാം ഫസ്റ്റ് സെറ്റിന്. ഇനി സെക്കൻഡ് സെറ്റ് ദ സെറ്റ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾസ് എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെയും സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് നമുക്ക് അതിന്റെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുക്കാം അല്ലേ. സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഓൾ ട്രയാങ്കിൾസ് വരുമ്പോൾ അത് അതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. ഐസോസെലസ് ട്രയാങ്കിൾ ഇതിന്റെ ഒരു സബ്സെറ്റ് ആയി വരും. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. Given the sets A equal to set 1 3 5, B equal to set 2 4 6 and C equal to set 0 2 4 6 8, which of the following may be considered as universal set for all the 3 sets A, B and C? അതായത് എയും ബിയും സിയും തന്നിട്ടുണ്ട്. ഇതിന് മൂന്നിനും കൂടെ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സെറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ നോക്കിക്കേ. എയിൽ എലമെന്റ്സ് ആയ 1 3 5 1 3 5 ഇതിനകത്തുണ്ട്. ബിയിലെ എലമെന്റ്സ് 2 4 6 അതുകൊണ്ട്. പക്ഷെ സിയിലെ എലമെന്റ്സ് 0 2 4 6 8 0 2 4 6 8 ഇല്ല അല്ലെ. അതുകൊണ്ട് ഇത് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് സെറ്റ് 5 ആണ്, അതും പറ്റില്ല. തേർഡ് സെറ്റ് വന്നാൽ ഫസ്റ്റ് സെറ്റിലെ 1 3 5 സെക്കൻഡ് സെറ്റിലെ 2 4 6 അതുകൊണ്ട് ഇനി തേർഡ് സിയിലെ 0 2 4 6 8 അതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാം. ഇനി ഫോർത്ത് വണ്ണിൽ നമുക്ക് നോക്കിയാൽ കാണാം സിയിൽ 0 ഇല്ല അല്ലെ. ഇതിനകത്ത് 0 ഇല്ല. 0 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് തേർഡ് വൺ ആണ്. ആൻസർ ഈസ് തേർഡ് വൺ. ഓക്കെ. ഇപ്പോൾ എക്സസൈസ് 1.3 പ്രോബ്ലംസ് എല്ലാം ചെയ്തു. ഇനി നെക്സ്റ്റ് സെഷൻ 1.4 പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.